ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അജുമോന് ഉണ്ണിയപ്പവും കൊണ്ട് അങ്ങോട്ട് പോയി. വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഇച്ചിരി തോർച്ചയുള്ള ദിവസമായതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റമല്ലോ ഒന്ന് തൂത്ത് വരിയിട്ട് കാടും പടലും കയറിക്കിടക്കുന്ന പോലെയുള്ള കരിയിലെല്ലാം കൂടെ വീണിട്ട് ഈ മഴ പെയ്ത് കഴിയുമ്പോൾ തൂത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെ ഈ മഴ പെയ്യുമ്പോൾ എനിക്ക് ആ ഒറ്റ തോർച്ചയിൽ ഓടിപ്പോയി നിന്ന് എനിക്ക് തൂക്കാനും പറ്റത്തില്ല. എനിക്ക് പിന്നെ അപ്പോഴത്തേന് എനിക്ക് അസുഖം കൂടും. ഇച്ചിരി ഒരു തോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ആശ്വാസമുള്ളൂ. നല്ല മഴയാണെങ്കിൽ എനിക്ക് പിന്നെ എനിക്ക് കാലയിലൊക്കെ നീര് കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കാലിൽ ഭയങ്കര നീരാണെന്ന് ഒക്കെ പറഞ്ഞായിരുന്നു. ഞാൻ തൂക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവിടെ എല്ലാം. പിന്നെ കുറച്ച് തുണിയുണ്ടായിരുന്നു, എല്ലാം ഉണക്കി പറക്കി കേട്ടോ. എല്ലാം ഉണക്കി പറക്കി രാവിലെ തുണി പറക്കി ഇടാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു നല്ല തോർച്ചയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഇവിടെ കഴിയട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറക്കിക്കൊണ്ട് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു മഴ പറക്കിക്കൊണ്ട് വന്നതാണ്. ഏതായാലും ഇടുന്നതിന് മുമ്പ് അങ്ങ് പെയ്തതുകൊണ്ട് പിന്നെ ഞാൻ പറക്കിക്കൊണ്ട് വെച്ച്. പിന്നെ ഒത്തിരി കഴിഞ്ഞപ്പോൾ നല്ല തോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 12 മണിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ 12:30 1 മണിയോ അങ്ങാണ്ടായപ്പോൾ ഞാൻ വീണ്ടും എല്ലാം പറക്കിക്കൊണ്ടിട്ട്. ഏതായാലും ദൈവഭാഗ്യത്തിന് എല്ലാം തോന്നുകൊണ്ട് ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ നല്ലപോലെ കിടന്ന് ഉണങ്ങിയല്ലേ ശരിയാവത്തുള്ളൂ ഈ ടീഷർട്ടൊക്കെ. അതുകൊണ്ട് അതേ ഉള്ളൂ. അതും ഇങ്ങനത്തെ പാൻറ്റുമൊക്കെയാണ് ഉണങ്ങാത്തത്. അതൊക്കെ അവിടെ ഇട്ടേക്കുന്നു. ബാക്കിയെല്ലാം ഉണക്കി പറക്കി കേട്ടോ, ഉണക്കി പറക്കി. പിന്നെ അപ്പം നമ്മളെന്നും മുറ്റം തൂക്കും. നമ്മൾ ഈ പോച്ച എല്ലാം പറിച്ച് കളയല്ലോ. ഞാനങ്ങനെ കൊച്ചുനാളി മുതലേ അല്ലെങ്കിൽ അങ്ങനെ പറിച്ചില്ലെങ്കിൽ അമ്മച്ചി വഴക്ക് പറയും. ചിലപ്പോഴൊക്കെ പറിക്കത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തൂത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഞുള്ളി പറിക്കും. നമ്മുടെ മുറ്റത്ത് എളുപ്പമെന്ന് പോച്ച കയറും. പണ്ടത്തെ കാലത്ത് അങ്ങനെ അവരൊക്കെ തൂക്കുമ്പോൾ എങ്ങും തൂത്ത് കൂട്ടരുതെന്ന് പറയും, തൂത്ത് വാരിക്കളയണം. പക്ഷേ ഞാൻ തൂത്ത് വാരിയൊന്നുമല്ല, ഞാൻ തൂത്ത് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഓരോന്നൊക്കെ നട്ടേക്കുന്നതിൻ്റെ അവിടോട്ടൊക്കെ കൊണ്ടങ്ങ് കൂട്ടും. അച്ചാച്ചൻ ഒന്ന് വഴക്ക് പറയാനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് നേരത്തെയൊക്കെ തൂത്ത് വാരി കളയുമായിരുന്നു. ഇതുപോലെ ഇപ്പം ഇങ്ങനെയൊക്കെ തൂത്ത് ഇവിടെ ഒരു കുഞ്ഞൊരു ചേന നിന്നായിരുന്നു അച്ചാച്ചൻ നട്ടതാണ് കേട്ടോ. കുഞ്ഞൊരെണ്ണം, ഒരു കുഞ്ഞിത് കൊണ്ടുവന്ന അച്ചാച്ചൻ അവിടെ നിൽക്കട്ടെന്നും പറഞ്ഞ്. അപ്പോൾ അത് 2 വർഷം നിൽക്കുമ്പോഴത്തേന് ഇത് നല്ലൊരു ചേനയായിട്ട് വരും. അപ്പോൾ ഇച്ചിരിയേ ഉള്ളു പോട്ടെ. 1-2 വർഷം ആകുമ്പോൾ നമുക്കൊരു കുഞ്ഞ് സാമ്പാറിലൊക്കെ ഇടാൻ കിട്ടും. അത് പിന്നെ നമുക്കൊരു ശല്യമില്ലല്ലോ. നമ്മളൊന്നും ചെയ്യേണ്ടത് തന്നെത്താനെ നിൽക്കുന്നു, വളരുന്നു. നമ്മളൊന്നും ഇടുന്നില്ല. ഇതുപോലെ തൂത്തുവാരുന്നി കണ്ട് ഇതുപോലെ ഇത്രയും ഈ കരിയില കണ്ടോ, കരിയിലെല്ലാം തൂത്തങ്ങോട്ട് കൂട്ടിയേക്കുക. എല്ലാം അതിൻ്റെ ചുവട്ടിലോട്ട് തൂത്തങ്ങ് അടുപ്പിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ എല്ലാം. പിന്നെ ഇവിടെ ഒരു തെറ്റി നിൽക്കുമായിരുന്നു, ഒരുപാട് നാൾ കൊണ്ടുള്ള ഒരു ഒരു മഞ്ഞ. അത് ഒരു കുഞ്ഞൊരെണ്ണം കൊണ്ടുവന്ന് വെച്ചതാണ്. അതങ്ങ് പിന്നെ ഇങ്ങനെ നട്ട് കഴിയുമ്പോഴത്തേന് ഇത് മൊത്തം പിന്നെ ഇങ്ങനെ നിന്നങ്ങ് പടന്ന് വേരെ പൊട്ടി അങ്ങ് കിളിക്കുമല്ലോ. അങ്ങനെ വേരെ പൊട്ടി ഇവിടെ എല്ലാം കിളിച്ച് നിൽപ്പുണ്ട്. അപ്പം അതിങ്ങനെ ഒരുമാതിരി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ വെട്ടി മാറ്റി. അതിൻ്റെ ആ മണ്ടവശം മാത്രം വെട്ടിയങ്ങ് കളഞ്ഞ് ഇനി അത് പൊട്ടിക്കിളിച്ചോളും. അന്നേരം അതേ പൂക്കും. അജുമോൻ എന്നോട് പറഞ്ഞു, എന്തിനാ അമ്മച്ചി ഇത് വെട്ടിയത്? ഞാൻ പറഞ്ഞു, മോനെ അത് ഇനിയും പൊട്ടിക്കിളിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കമ്പെല്ലാം വാരി കണ്ട് കമ്പും എല്ലാം കൂടെ വാരി ഇവിടോട്ട് കൊണ്ടുവന്ന് അങ്ങിട്ട്. അപ്പം അതിനിയും അതേലൊക്കെ മഞ്ഞപ്പൂ അവിടെ ഇവിടെ എല്ലാം ഓരോ പൂന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തെച്ചിയാന്നേ. അപ്പം അങ്ങനെ അത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് ഒരു കാട് പോലെ കിടക്കുമായിരുന്നു. അന്നേരം അത് അവിടെ ഒരു തെളിച്ചമായി. എന്നാലും അതിൻ്റെ വേരെ കൂടെ പൊട്ടി കിളിച്ച് നിൽക്കുന്നതിലെല്ലാം പിന്നെ ചെറിയ മുട്ടുകളൊക്കെ നിൽപ്പുണ്ട്. എന്നും പൂക്കും ഇത്, എന്നും പൂവായിരിക്കും ഇതിൽ. അപ്പം അതും ചെയ്ത് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അങ്ങനെ തൂത്ത് പോയപ്പം ഇവിടെ അങ്ങനെ പോച്ച കിളിക്കുമെങ്കിൽ ഒത്തിരി പോച്ചയൊന്നും കിളിക്കത്തില്ല. ഈ പൂവാങ്കുരുന്നും അതൊക്കെ ഉണ്ടായി ഇങ്ങനെ ഇഷ്ടംപോലെ അങ്ങ് നിൽക്കുന്നത്. നമ്മുടെ ദശപുഷ്പങ്ങളിലുള്ള പിള്ളേരൊക്കെയായിട്ട് പൂവാങ്കുരുന്നും അതും ഇതുമെല്ലാം ഇഷ്ടംപോലെ കണ്ടോ. ഇങ്ങനെ ഇതല്ല ഈ നിൽക്കുന്നതെല്ലാം ഞാൻ എന്നിട്ടത് ഇത് രസമാണ്. അതിൻ്റെ പൂവൊക്കെ കണ്ടോ, മരുന്നാണ് ഇതൊക്കെ, ഓരോ മരുന്നുകളാണ്, പച്ചമരുന്നുകൾ കണ്ടോ. അതങ്ങ് ഇങ്ങനെ കിളിച്ചങ്ങ് വരും.
അത് ഇഷ്ടം പോലെ ഞാനപ്പോൾ അതിൽ തൂമ്പ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കൈ വെച്ച് പറിച്ചാൽ അങ്ങനെ വരത്തില്ല. ചെത്തി ചെത്തി ഇട്ട് ഇനി എനിക്കൊന്ന് തൂത്തുവാരി അങ്ങ് കളയണം. തൂത്തുവാരി എവിടെയെങ്കിലും കൂട്ടി വെച്ചാൽ അവിടെ ഇരുന്ന് വീണ്ടും കിളിക്കും. ആവുന്നതൊക്കെ കുറച്ചൊക്കെ നമുക്കങ്ങ് പറിച്ചൊക്കെ കളയാം. പിന്നെയും ഇങ്ങനെ കിളിച്ച് വരും. ഇവിടെ നിൽക്കുന്നതെല്ലാം പിന്നെ മൊത്തവും പോച്ചയൊന്നുമല്ല. ചിലതൊക്കെ പോച്ചയും ചിലതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറിച്ചങ്ങ് കളയണം, ഇങ്ങനെ നിർത്തിയേക്കാതെ. പിന്നെ ചിലതൊക്കെ പോച്ചയും കുറുന്തോട്ടിയോ പോച്ചയോ ഏതാണ്ടെല്ലാം ഉണ്ട്. പിന്നെ ബാക്കി നിൽക്കുന്നതെല്ലാം പിന്നെ നമ്മുടെ ഇത് ഒരു മരുന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും ഞൊടിഞ്ഞൊട്ടയ്ക്ക വെടിഞ്ഞൊട്ടയ്ക്ക എന്നൊക്കെ പറയും. വെടിഞ്ഞൊട്ട ഞൊടിഞ്ഞൊട്ട എന്നൊക്കെ പറയും. ഇത് പിന്നെ ഒരു മരുന്നാണ്. പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചമരുന്ന്. പിന്നെ അതതിൻ്റെ നല്ല ഔഷധ ഗുണമാണ്. ഇതങ്ങ് വയറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കുത്തിയിരുന്ന് പഴുത്ത് കഴിഞ്ഞാൽ അതങ്ങൾ പഴുത്തിട്ട് അതിൻ്റെ പിന്നെ അതിൻ്റെ തോല് അതങ്ങ് ഉണങ്ങുന്ന പോലെ ഇങ്ങനെ ഇതുപോലെ ആവും. അന്നേരമാണ് ഇത് പഴുക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ചുവട്ടിലോട്ട് ഇത്രയൊന്നുമല്ല, ഭയങ്കര വലിപ്പത്തിലല്ലയോ. ഒരിടത്ത് തന്നെ അങ്ങ് ഒരുപാടുണ്ടായി നിൽക്കും. ഇപ്പോൾ അതിൻ്റെ പൂ താണ്ട നിൽക്കുന്നു, അതിനെ താണ്ട ഉണ്ടായി നിൽക്കുന്നു ചെറുതായിട്ട്. അപ്പം അത് അങ്ങോട്ട് തിന്നാൻ എന്തോ രസമെന്നറിയാം. പച്ചയാണെങ്കിൽ ഒരു സൈസ് കയ്പ്പ് പോലെ ആയിരിക്കും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല എത്ര തിന്നാലും നമുക്ക് മതി വരത്തില്ല. പിന്നെ നിൽക്കുന്നതെല്ലാം പിന്നെ നമ്മുടെ തുളസിയാണ് ആ സൈഡിലൊക്കെ നിൽക്കുന്നത്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് എപ്പോഴും അച്ചാച്ചനാണെങ്കിൽ തുളസി ഇടാനുള്ള ഇഷ്ടം പോലെ തുളസി നട്ടുപിടിപ്പിക്കും. ഇപ്പം അച്ചാച്ചനെ കൊണ്ടൊന്നും വയ്യാലോ. അപ്പം അച്ചാച്ചനെ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഈ തുളസിയൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടയ്ക്കൊന്നും ഇതുപോലെ നമ്മൾ കാപ്പിയോ അല്ലെങ്കിൽ തുളസിയില വെള്ളം പിന്നെ തുളസിയും ചെറിയുള്ളിയും കൂടെ ഒക്കെ നമുക്ക് ഇട്ട് ഇതാക്കിയിട്ട് അതിനകത്ത് പിന്നെ കരിപ്പോട്ടി ഉണ്ടെങ്കിൽ കരിപ്പോട്ടി ചേർത്തിട്ട് കുടിക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശർക്കരയോ കരിപ്പൊട്ടിയോ, കൂടുതലും കരിപ്പൊട്ടി കാപ്പിയായിരിക്കും നല്ലത്. അത് ചേർത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്, നല്ലതാണ്. ഒരിച്ചിരി ഇഞ്ചിയും കൂടെ ഒക്കെ ഇടിച്ചിട്ട കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ പോലും നമുക്കത് തൊണ്ടയ്ക്ക് വയറ്റിലുമൊക്കെ ഭയങ്കര സുഖമായിരിക്കും. പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ തരും. പനിയൊന്നും അന്നേരം വരത്തില്ല നമുക്ക് കേട്ടോ. ഇപ്പോഴുള്ളവരൊന്നും പിള്ളേർക്കൊക്കെ അതൊക്കെ ഇഷ്ടവുമല്ല. ആരും അങ്ങനെയൊന്നും ഉണ്ടാക്കി കുടിക്കുകയും കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തണുപ്പ് സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നാന്തരം ചുക്ക് കാപ്പി തണുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചുക്ക് കാപ്പി അങ്ങോട്ട് വരുമ്പോഴത്തേന് അത് കുടിക്കുമ്പോൾ നമുക്കെന്തോ ആശ്വാസമാണ്. അത് കുടിച്ച് കഴിയുമ്പോൾ തൊണ്ടയ്ക്കൂടൊക്കെ. അതുപോലെ ഇഞ്ചിമുട്ടായി അച്ചാച്ചനൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു നേരത്തെ. പിന്നെ ഇപ്പം ഹരിയേട്ടനാണെങ്കിലും ഇഞ്ചിമുട്ടായി ഉണ്ടാക്കും. ഇഞ്ചി നല്ലതാണ്. പിന്നെ അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ നാച്ചുറലായിട്ടുള്ളതല്ലയോ. നമ്മളതൊക്കെ വായിലിട്ട് അലിച്ച് കഴിയുമ്പോഴത്തേന് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര സുഖമാണ്. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ അജ്മോ നട്ട പച്ചക്കറികളും ഒക്കെ നിങ്ങൾ കണ്ടോ? എല്ലാം റെഡിയായി വന്നേക്കുന്നു കണ്ടോ. എല്ലാം പിന്നെ ചേമ്പൊക്കെ കിളിച്ച് വന്നു. ചേമ്പും വെണ്ടയൊക്കെ പിഴുത് അവിടുന്ന് മാറ്റിക്കൊണ്ട് നട്ടപ്പം ഞാൻ അവനെ ഒരുപാട് വഴക്കെല്ലാം പറഞ്ഞായിരുന്നു. വഴുതനയും വെണ്ടയും ഒക്കെ നട്ടപ്പം വേറെ പണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു കാര്യവും ഇല്ലാതെ ഞാൻ അവനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവനെങ്ങും വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല. ഇപ്പം പിന്നെ അങ്ങ് എപ്പോഴും പിന്നെ മൊബൈൽ ഫോൺ എടുത്ത് വണ്ടി ഓടിച്ച് കളിയുണ്ട്. ബസ് ഓടിക്കുക എന്ന ഏതാണ്ട് ഗെയിമാണെന്ന് തോന്നുന്നു. അതും പിന്നെ കാർട്ടൂൺ കാണലും ഒക്കെ ഉള്ള പരിപാടികളൊക്കെ ഇപ്പോഴത്തെ പരിപാടി. മഴയല്ലയോ, അന്നേരം ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അന്നേരം അതുപോലുള്ളതും കൊണ്ടൊക്കെ ഇരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. അവനിഷ്ടമുള്ള കാര്യം മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. ഞാൻ എത്ര അലച്ചിട്ടും കാര്യമൊന്നുമില്ല. അവനിഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യും. കണ്ടോ, ഇതൊക്കെ മതി. ഇത്രയൊക്കെ ചെയ്താൽ മതി. അത്രയൊക്കെ അവൻ ചെയ്യുന്നില്ലേ. അവൻ തിന്നാത്ത സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അവൻ ഇതാക്കി തരുന്നു. ചേനയായാലും കാച്ചിലായാലും ചേമ്പായാലും ഇത്രയും നാളും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം ചേമ്പും കാച്ചിലും ഒക്കെ ഈ വർഷമാണ് അത് കഴിച്ചത്. ഈ വർഷം പണ്ട് കൊച്ചുനാളിലെങ്ങാണ്ട് ചേമ്പ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇഷ്ടമല്ല, അങ്ങ് നിർത്തിയായിരുന്നു. ഇപ്പം ചേമ്പൊക്കെ കഴിച്ച് തുടങ്ങി. ഈ കഴിഞ്ഞ ലാസ്റ്റ് ആയപ്പോഴാണ് ചേമ്പ് കഴിച്ചത്. ചേമ്പും കാച്ചിലുമൊക്കെ. ആ ചേമ്പ് തിന്ന് നോക്കിയപ്പോൾ നല്ല രുചിയുണ്ട്. എനിക്ക് ഒരു കഷ്ണം ചേമ്പും കൂടെ താന്നൊക്കെ പറഞ്ഞ് 1-2 കഷ്ണം ചേമ്പൊക്കെ തിന്ന് തുടങ്ങി. പിന്നെ ഞാൻ ഇത് നട്ടു. ഈ വെണ്ട കേട്ടോ,
ഈ വെണ്ട ഞാൻ നട്ടത് ഇവിടെ നിൽക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് 3-4 അരി. ഈ നാടനാണ് കേട്ടോ, അതുകൊണ്ട് അതിങ്ങനെ കിളിച്ച് വന്നത്. അവിടെ വലിയ ചൂടലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ നിൽക്കട്ടെ. എനിക്ക് വലിയ ഇഷ്ടമായത് മെഴുക്കുവരട്ടി വെക്കാനായിട്ട്, വെച്ച് കഴിക്കാൻ. അജുവിനത്ര ഇഷ്ടമൊന്നുമില്ല. അച്ചാച്ചനും പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പം അച്ചാച്ചൻ അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ഇച്ചിരി പിന്നെ രാവിലത്തേത് മാത്രം നല്ലപോലെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത്. മിറ്റം തൂത്തുവാര് എൻ്റെ ഒരു സന്തോഷം. അത് മൊത്തം ഇനിയും കിടക്കും. ഇനി ആ പോച്ച ഒന്ന് നമുക്ക് തൂത്തുവാരി മാറ്റിക്കളയണം. റംബുട്ടാൻ ഇന്നൊരു നല്ല കാലാവസ്ഥയില്ലേ. ഇതൊരു മുമ്പശത്ത് നിൽക്കുന്ന റംബുട്ടാനാണ്. ഇത് ഒരു മൂട് അജുമോൻ വെട്ടിക്കളഞ്ഞു. നമ്മുടെ പട്ടിക്കൂടിൻ്റെ പുറത്തോട്ടായിരുന്നു കിടന്നത്. അത് അജു വെട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെ ഇനി ഒരു മൂട്. ഇതിന് മധുരമുണ്ട് കേട്ടോ. മറ്റേത് മധുരം ഇല്ലാത്തതായിരുന്നേ, മറ്റേതിന് പുളിയായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞത്. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇവിടേക്ക് ഒന്നും രണ്ടും അല്ല, ഒരുപാടുണ്ട്. അതിലൊക്കെ അങ്ങനെ ആയിട്ടില്ല. ഇതിലുണ്ട്. പിന്നെ ഇവിടെ നമുക്കിപ്പം പറിച്ചെടുക്കാൻ 4 മൂടുണ്ട്. ഇതൊരു മൂടാണേ. പിന്നെ വേറെ അപ്പുറത്ത് പുറവശത്തുള്ള ഒരു മൂട് നമുക്കിവിടെ നിന്ന് കാണാം. എല്ലാത്തേലും നിറച്ചുണ്ട് റംബുട്ടാൻ. അതേലെയാ പഴുത്തത്. പക്ഷെ അതേലെ പഴുത്തെന്നും പറഞ്ഞ് നമുക്ക് കാര്യമില്ല. അതേലൊക്കെ പഴുത്തിട്ടുണ്ട്. കണ്ടോ? പഴുത്ത് നിൽക്കുന്നുണ്ട്. വശത്ത് മിറ്റത്തെ ഇങ്ങനെ അങ്ങോട്ടും കിടക്കും കേട്ടോ, പെരമണ്ടയ്ക്കോട്ടും എല്ലാം. അങ്ങനെ കിടക്കുക. നമ്മുടെ കുഞ്ഞ് നട്ട സാധനങ്ങളൊക്കെ അതിപ്പം മഴയ്ക്കോട് നിൽക്കുമ്പോൾ ഒന്നിനൊന്നും ഒരൊറ്റ വളം പോലും ഇട്ടിട്ടില്ലെന്നുള്ളത് കേട്ടോ. ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ചാണകം അല്ല, നമ്മളിടുന്ന ചാണകവും ചാരവുമാണേ. ചാരം, ചാമ്പൽ, വെണ്ണീർ എന്നൊക്കെ പറയും. അതാണ് നമ്മളിടുന്നത്. പക്ഷെ നമുക്ക് പിന്നെ ചാരമുണ്ട്, ഇഷ്ടംപോലെ ചാരം ഇടുന്നുണ്ട്. ചാരവും മുട്ടത്തോടും ഒക്കെ കൊണ്ടിടും. അല്ലാതെ നമുക്ക് പിന്നെ ഇത് ഇല്ല, പിന്നെ ചാണകമില്ല. ഉണ്ടെങ്കിലും ഏതെങ്കിലും വീട്ടിൽ പോയി അജുമോൻ വേണം എടുത്തുകൊണ്ട് വരാനായിട്ട്. അവന് എപ്പോഴെങ്കിലും മനസ്സ് തോന്നുമ്പോഴേ അതൊക്കെ കൊണ്ടുവരും. അല്ലാതെ നമ്മൾ പറഞ്ഞാലൊന്നും പോകത്തില്ല. പിന്നെ നമ്മുടെ വഴിയിലൊരു പ്ലാവ് നിൽപ്പുണ്ട്. നമ്മുടെ അങ്ങോട്ട് പോകുന്നിടത്ത് നമ്മളങ്ങോട്ട് വഴിയെ നടന്നു പോകുമല്ലോ, നമ്മുടെ റോഡ്, നമ്മുടെ വഴി. അവിടെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ നിന്ന് ആരോ ഒരു ചക്ക പറിച്ച് കൊണ്ടുപോയിക്കുന്നു. പക്ഷേ ഞാനൊരെണ്ണം പറിച്ച് വഴിയിലോട്ട് അത് തറയെ നിൽക്കുമായിരുന്നു. ഇങ്ങനെ കൈവച്ച് പിരിച്ച് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്ലാവയിൽ ചക്കപ്പഴം തിന്നാനായിട്ട്. പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാനും കൊണ്ടുവന്ന് വെച്ചതാന്നേ. ഒരനക്കം പോലും ഇല്ല. പൊട്ടാന്നൊന്നും ആർക്കറിയാം. എന്തുവായാലും കൊണ്ടുവച്ചിട്ടുണ്ട്. 2-3-4 ദിവസം കഴിയുമ്പോൾ കൊള്ളാമെങ്കിൽ നമുക്ക് മുറിച്ച് തിന്നാം. പിന്നെ നമ്മുടെ അജുമോൻ പിന്നെ എന്നും പറിച്ചെടുക്കുന്ന ആ ഒരു ജാതിക്കുരു കണ്ടോ, ജാതിക്കുരു. പിന്നെ അതിൻ്റെ ജാതിപത്രി അപ്പം തന്നെ അപ്പോഴേ ഉണക്കി എടുത്ത് ഒരു ടിന്നിലിടും. ഇതുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്ന് പറിച്ചില്ല കേട്ടോ. ഇന്നെന്തോ ഉയരത്ത് നിൽക്കുന്ന കുഞ്ഞ് പറിക്കത്തില്ല. താഴെയൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പൊട്ടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം പൊട്ടി ഇങ്ങനെ അതിൻ്റെ കുരു അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കണം. എന്നാലും അതിൻ്റെ ജാതിപത്രി നമുക്ക് എടുക്കാൻ പറ്റുന്നത് നല്ലതായിട്ട്. അങ്ങനെ കാണുമ്പം തന്നെ അജുമോൻ എത്തുന്നതാന്ന് അവൻ തോട്ടി വെച്ച് പറിച്ചിങ്ങ് എടുക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇന്ന് നമ്മളിവിടെ പിന്നെ വെച്ച ഒരു കറിയുടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ്റെ ഒരു 5-6 പീസും ഉണ്ടായിരുന്നു. ബാക്കി
പിന്നെ അതും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറി. ഉരുളക്കിഴങ്ങ് അജുവിന് ഇഷ്ടമല്ല. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പം അവന് പിന്നെ അത് വലിയ ഇഷ്ടം വരത്തില്ല. ഉരുളക്കിഴങ്ങ് എടുക്കാതെ അതിലെ പീസൊക്കെ എടുത്തിട്ട് ഇച്ചിരി ചാറൊക്കെ കൂട്ടിയിട്ട് കുഞ്ഞ് കഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ രണ്ടോ മൂന്നോ ചപ്പാത്തിയാണ് കഴിച്ചിട്ട് പോയേക്കുന്നത്. അപ്പം താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരിക.